പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കൊളിഷനാണ്. വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിൽ വരുന്ന കൊളിഷൻ എന്ന ടോപ്പിക്കിലെ നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോർമുലാസും അതിൻ്റെ കോൺസെപ്റ്റുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. Collision. A collision is said to take place when either two bodies physically collide against each other or when the path is changed by the influence of the other body. അതായത് ഒരു കൊളിഷൻ നടന്നു എന്ന് പറയണമെങ്കിൽ രണ്ട് ബോഡീസ് ഫിസിക്കലി കൊളൈഡ് ചെയ്യണം. ഒരു ബോഡി മറ്റേ ബോഡിയിൽ വന്ന് ടച്ച് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ബോഡിയുടെ പാത്ത് ചേഞ്ച് ചെയ്യണം. വേറൊരു ബോഡിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ബോഡിയുടെ പാത്ത് ചേഞ്ച് ചെയ്താലും നമുക്കതിനെ കൊളിഷൻ എന്ന് പറയാം. സോ എ കൊളിഷൻ ഈസ് സെഡ് ടു ടേക്ക് പ്ലേസ് വെൻ ഐദർ ടു ബോഡീസ് ഫിസിക്കലി കൊളൈഡ് ഓർ വെൻ ദി പാത്ത് ഈസ് ചേഞ്ച്ഡ് ബൈ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി അതർ ബോഡി. ടൈപ്സ് ഓഫ് കൊളിഷൻ ആണ് അടുത്തത്. കൊളിഷനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഒരു ഇലാസ്റ്റിക് കൊളിഷനിൽ മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതായത് മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ ആയിരിക്കും. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എടുത്തു കഴിഞ്ഞാൽ മൊമെൻറ്റം മാത്രമേ കൺസർവ് ചെയ്യുന്നുള്ളൂ. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. മൊമെൻറ്റം രണ്ട് ടൈപ്പ് കൊളിഷനിലും കൺസർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കൊളിഷൻസ് എല്ലാം ഇൻഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൊളിഷൻ ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അടുത്തതായി ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ. അതായത് വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം, എ ആൻഡ് ബി. മാസ് ഓഫ് എ ഇസ് m1, മാസ് ഓഫ് ബി m2. എ മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1 ആണ്, ബി മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2. കൊളിഷന് മുൻപുള്ള ബിഫോർ കൊളിഷനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ആഫ്റ്റർ കൊളിഷൻ എ മൂവ്സ് വിത്ത് വെലോസിറ്റി v1 ആൻഡ് ബി മൂവ്സ് വിത്ത് വെലോസിറ്റി v2. ഇത് ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഈ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർത്തു വെക്കേണ്ട പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി before collision, that is u1 minus u2. Relative velocity of first particle before collision is equal to relative velocity of second particle after collision. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് v2 മൈനസ് v1 ഈക്വൽ ടു u1 മൈനസ് u2. v2 മൈനസ് v1 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ആണല്ലേ, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് പാർട്ടിക്കിൾ. വി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ കൊളിഷൻ ആണ്. കൊളിഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് വി എന്ന ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ v2 മൈനസ് v1 ഈക്വൽ ആയിരിക്കും u1 മൈനസ് u2. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. v2 മൈനസ് v1 ഈക്വൽ ടു u1 മൈനസ് u2. ഇനി നമുക്ക് നോക്കേണ്ടത് v2ഉം v1ഉം ഏതൊക്കെ വാല്യൂസ് വരാം, എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ്. v1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 ബൈ m1 പ്ലസ് m2. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടതാണ് നമുക്ക്. പക്ഷേ എൻട്രൻസ് ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ v1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ v1 ഇസ് ഈക്വൽ ടു മാസിൻ്റെ ഡിഫറൻസ് എടുക്കുക m1 മൈനസ് m2 ഇൻറ്റു ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി u1 ബിഫോർ കൊളിഷൻ ആണ് പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. സിമിലർലി നമുക്ക് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ v2 ഇസ് ഈക്വൽ ടു
ആദ്യത്തെ ഇക്വേഷൻ പോലെ തന്നെയാണ്, നോക്കിയാൽ അറിയാം. m2 മൈനസ് m1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എടുക്കുമ്പോൾ നമുക്ക് m2 മൈനസ് m1 ഇൻറ്റു ആ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u2 പ്ലസ് 2m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നന്നായിട്ട് ഓർത്ത് പഠിച്ചു വയ്ക്കുക. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പഠിച്ച വെലോസിറ്റിയുടെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. അതായത് നമ്മുടെ കൊളൈഡിങ് ബോഡീസ് രണ്ടും ഈക്വൽ മാസ്സുള്ള ബോഡീസാണ്. എയും ബിയും രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മാസസ് m1 m2 എന്നാണ് കൊടുത്തിരുന്നത്. m1 ഇസ് ഈക്വൽ ടു m2, അതാണ് നമ്മുടെ കണ്ടീഷൻ. m1 m2ന് ഈക്വൽ ആയാൽ തൊട്ട് മുമ്പ് കണ്ട രണ്ട് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, v1 v2 എന്ന് പറഞ്ഞ്. ആ ഇക്വേഷനിൽ നിങ്ങൾ m1ൻ്റെ പ്ലേസിൽ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ. ദാറ്റ് ഈസ് നമുക്ക് v1 കിട്ടുന്നത് u2ന് ഈക്വൽ ആയിട്ടായിരിക്കും, v2 കിട്ടുന്നത് u1ന് ഈക്വൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വൽ മാസസ് ആണ് വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ നമുക്ക് വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു u2 ആയിരിക്കും. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. അതായത് ടു ബോഡീസ് വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. m1 m2ന് ഈക്വൽ ആണെങ്കിൽ കൊളിഷന് വേണ്ടി വരുമ്പോഴുള്ള വെലോസിറ്റീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും കൊളിഷന് ശേഷം. v1 എന്ന് പറഞ്ഞത് u2 ഈക്വൽ ആവും, v2 ഇസ് ഈക്വൽ ടു u1. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്, എല്ലാവരും പഠിച്ചു വയ്ക്കുക. അടുത്തതായി നമുക്ക് ഈ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ്റെ തന്നെ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസസ് ആണ് നോക്കുന്നത്. ഇതിൽ ടാർജറ്റ് അറ്റ് റെസ്റ്റ് ആണ്. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി u1. സെക്കൻഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. ഫസ്റ്റ് പാർട്ടിക്കിൾ ചെന്ന് ഹിറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിൾ ആണ് സെക്കൻഡ് പാർട്ടിക്കിൾ, അതാണ് ടാർജറ്റ്. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ടാർജറ്റിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0, u2 0. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടാർജറ്റ് റെസ്റ്റിലാണ്. സോ u2 0 ആണ്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 3 കേസസ് നോക്കാനുണ്ട്. ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസിൽ ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും മാസസ് ഈക്വൽ ആണ്. m1 ഇസ് ഈക്വൽ ടു m2. അതായത് മൂവ് ചെയ്ത് വരുന്ന പാർട്ടിക്കിളിൻ്റെയും റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളും ഈക്വൽ മാസ്സാണ്. അങ്ങനെയാണെങ്കിൽ കൊളിഷന് ശേഷം വെലോസിറ്റി, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആകുന്നു. സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിൾ വന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. v1 ഇസ് ഈക്വൽ ടു 0, v2 ഇസ് ഈക്വൽ ടു u1. നോക്ക്, ഫസ്റ്റ് പാർട്ടിക്കിൾ കൊളിഷന് ശേഷം റെസ്റ്റിലാവുന്നു. സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് ദി വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് u1. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ടാർജറ്റ് റെസ്റ്റിലാണ്. m1 ഇസ് ഈക്വൽ ടു m2 ആണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ v1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആവുന്നു. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് പാർട്ടിക്കിൾ വന്ന വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇവിടെയും ടാർജറ്റ് റെസ്റ്റിലാണ്, പക്ഷെ മാസ് ഈക്വൽ അല്ല. m1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ m2. അതായത് വളരെ മാസ് കൂടിയ ബോഡിയാണ് വരുന്നത്. സെക്കൻഡ് പാർട്ടിക്കിളാണ് നമ്മുടെ ടാർജറ്റ്, അത് റെസ്റ്റിലാണ്. ടാർജറ്റിൻ്റെ മാസിനേക്കാൾ മാസീവായിട്ടുള്ള ഒരു ബോഡി വന്ന് ലൈറ്റായിട്ടുള്ള ടാർജറ്റിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ആ കേസിൽ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി v1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും, അത് വന്ന വെലോസിറ്റി u1 തന്നെ ആയിരിക്കും. ഇനി v2, അതായത് അവിടെ ഇരുന്ന ടാർജറ്റായിട്ടിരുന്ന ലൈറ്റ് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് twice the velocity of v1, that is v2 is equal to 2u1 ആയിരിക്കും. v2 is equal to 2u1. ഇനി നെക്സ്റ്റ്, അതായത് m1 വെരി മച്ച് ലെസ് ദാൻ m2, മാസ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ വെരി മച്ച് ലെസ് ദാൻ മാസ് ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ. ഫസ്റ്റ് പാർട്ടിക്കിൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്, അത് പോയിട്ട് വളരെ മാസീവായിട്ടുള്ള റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. നമുക്കൊന്ന് ഊഹിച്ച് നോക്കാം. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബോഡി വന്നിട്ട് ഒരു റെസ്റ്റിലിരിക്കുന്ന ഹെവി പാർട്ടിക്കിളിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? റീബൗണ്ട് ചെയ്യും. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ
velocity after collision v1 is equal to minus u1 ആണ്. minus u1, that is it moves in the opposite direction with the same velocity. ഇനി സെക്കൻഡ് പാർട്ടിക്കിളിന് വലിയ ചേഞ്ച് ഒന്നുമില്ല. വളരെ മാസീവായിട്ടുള്ള ഒരു ബോഡിയിൽ ഒരു ചെറിയ ബോഡി ചെന്ന് ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മൂവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് വെലോസിറ്റി ഈസ് നിയർലി ഈക്വൽ ടു 0. സോ ഈ 3 കണ്ടീഷൻസും വളരെ നന്നായിട്ട് ഓർത്ത് വെച്ച് എഴുതി വെച്ച് പഠിക്കുക. ഇനി നമുക്ക് ഇൻഇലാസ്റ്റിക് കൊളിഷൻ നോക്കാം. ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ നിങ്ങൾക്കറിയാം മൊമെൻറ്റം കൺസർവേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനും ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളിഷനും ഉണ്ട്. നമ്മൾ നേച്ചറിൽ സാധാരണ കാണുന്ന കൊളിഷൻസ് എല്ലാം ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ 2 bodies stick together after collision. After collision 2 bodies stick together and moves. 2 ബോഡിയും കൊളിഷന് ശേഷം ഒരുമിച്ച് ചേർന്ന് ഒന്നായിട്ട് മൂവ് ചെയ്താലാണ് നമ്മളതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യുന്നില്ല, എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ എനർജി ലോസിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് കേസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്, അതായത് 2 bodies സ്റ്റിക്ക് ടുഗദർ ആണ്. ദെൻ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഡെൽറ്റ ഇ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു m1 m2 ഇൻറ്റു u1 മൈനസ് u2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2. m1 m2 ഇൻറ്റു u1 മൈനസ് u2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2. ഇനി കൊളിഷൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ല, വെറും ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ നടക്കുന്നില്ല, അവിടെയും നമുക്ക് എനർജി ലോസ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഈ ആദ്യത്തെ ഇക്വേഷൻ പോലെ തന്നെയാണ്. m1 m2 ഇൻറ്റു u1 മൈനസ് u2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. അവിടെ ഞാനൊരു പുതിയ ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, ഇ. ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അടുത്തതായിട്ട് അത് നോക്കാം. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കി വയ്ക്കുക. ലോസ് ഓഫ് കൈനറ്റിക് എനർജി 2 കണ്ടീഷനിലുള്ളത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിലും ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റേഷ്യോ. ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കൊളിഷൻ. So coefficient of restitution is a measure of degree of elasticity of collision, and it is the ratio of relative speed after collision to relative speed before collision. So coefficient of restitution എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റും ഡയമെൻഷനും കാണത്തില്ല, അതൊരു നമ്പർ ആയിരിക്കും. ഇനി ഈ റേഷ്യോ എങ്ങനെയാണ് എടുക്കേണ്ടത്? റിലേറ്റീവ് സ്പീഡ് ആഫ്റ്റർ കൊളിഷൻ, കൊളിഷന് ശേഷം വരുന്ന റിലേറ്റീവ് സ്പീഡ് എടുക്കുക, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ഓഫ് അപ്രോച്ച് ബിഫോർ കൊളിഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് v2 മൈനസ് v1 ബൈ u1 മൈനസ് u2. ഈ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് v2 മൈനസ് v1 ബൈ u1 മൈനസ് u2. ഒരു ഇലാസ്റ്റിക് കൊളിഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ഇലാസ്റ്റിക് കൊളിഷനിൽ ഇ ഈക്വൽ ടു 1 ആയിരിക്കും, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ 0 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും 1നും 0ക്കും ഇടയിലായിരിക്കും ഇയുടെ വാല്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് വേറൊരു കേസാണ്, അതായത് എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h0 ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്നു. ഇറ്റ് സ്ട്രൈക്സ് ദി ഗ്രൗണ്ട് വിത്ത് വെലോസിറ്റി v0. ആഫ്റ്റർ ആൻ ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇറ്റ് റൈസസ് ടു എ ഹൈറ്റ് h1. ഇഫ് v1 is the velocity with which body rebounds, then നമുക്ക് കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു ബോഡി ഡ്രോപ്പ് ചെയ്തു, h0 ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അത് താഴെ വന്ന് തട്ടി വെലോസിറ്റി v0, അത് റീബൗണ്ട് ചെയ്ത് കുറച്ച് ഉയരത്തിലേക്ക് പോയി. ആ ഹൈറ്റ് h1. റീബൗണ്ട് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ വെലോസിറ്റി v1 ആയിരുന്നു. ദെൻ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഉണ്ട്.
കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഈക്വൽ ടു V1/V0 ആയിരിക്കും. ഈ കേസിൽ നമുക്ക് ഇ ഈക്വൽ ടു V1/V0 ആയിരിക്കും. നേരത്തെ കണ്ട ഇക്വേഷനിൽ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഇത് ഡയറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഇ ഈക്വൽ ടു V1/V0 ഈ ഒരു കേസിൽ മാത്രം, വിച്ച് ഈസ് ഈക്വൽ ടു √2gh1/2gh0. അവിടുന്ന് 2g കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുന്നു ഈസ് ഈക്വൽ ടു V1/V0 ഈക്വൽ ടു h1/h0. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അറിയാമെങ്കിൽ ആ ഹൈറ്റുകൾ ഏതെങ്കിലും ഒന്ന് തന്നാൽ അടുത്തത് കണ്ടുപിടിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ് ഇ ഈക്വൽ ടു h1/h0. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ആഫ്റ്റർ n കൊളിഷൻസ് വിത്ത് ദി ഗ്രൗണ്ട്. ഒരു തവണയല്ല, n ടൈംസ് ഇത് ഗ്രൗണ്ടിൽ തട്ടി തിരിച്ചു പോയിരിക്കുകയാണ്. ദി വെലോസിറ്റി Vn ആൻഡ് ദ ഹൈറ്റ് ടു വിച്ച് ഇറ്റ് റൈസസ് ടു ബി hn ദെൻ, അതായത് n ടൈംസ് കൊളൈഡ് ചെയ്തതിന് ശേഷം ഇതൊരു ഹൈറ്റ് hn-ലേക്ക് ഉയർന്നു പോയി. ലാസ്റ്റ് തവണ hn ഹൈറ്റ് വരെ പോയി. വെലോസിറ്റി Vn ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് e⁻n ഈക്വൽ ടു Vn/V0 ഇസ് ഈക്വൽ ടു √hn/h0. അപ്പോൾ ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓരോ തവണയും റീബൗണ്ട് ചെയ്തതിന് ശേഷം n ടൈംസിന് ശേഷം അതൊരു hn ഹൈറ്റിലേക്ക് വരെ പോയിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് ദ ടൈം ഇസ് Vn. ദെൻ e⁻n ഈക്വൽ ടു Vn/V0 ഇസ് ഈക്വൽ ടു √hn/h0. ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോർമുലാസൊക്കെ എഴുതി പഠിച്ചു വെച്ചിരുന്നാൽ ഈ പോർഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. കുറച്ച് മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിക്കേണ്ടി വരും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 equal masses m1 and m2 moving along this same straight line with velocities +3 meter per second and -5 meter per second respectively collide elastically. Their velocities after collision will be respectively. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 2 ഈക്വൽ മാസസ് ആണ്. ഈക്വൽ മാസസ് സെയിം സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു, ഇലാസ്റ്റിക് കൊളിഷൻ. സോ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ വിത്ത് m1 ഈക്വൽ ടു m2. ഓരോന്നിൻ്റെയും വെലോസിറ്റി തന്നിട്ടുണ്ട്, +3 meter per second and -5 meter per second. Then what will be their velocities after collision? നമ്മളിതവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഈക്വൽ മാസസ് ആണ്, ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ വെലോസിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യും എന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സെക്കൻഡ് പാർട്ടിക്കിളിന് കിട്ടും, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് പാർട്ടിക്കിളിനും കിട്ടും. സോ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി -5 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷനിൽ -5 meter per second ആൻഡ് +3 meter per second. ഓപ്ഷൻ ഡി ആണ്. ഇത് 98-ൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിൽ നിന്നും നീറ്റിന് ചോദിച്ച കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇവിടെ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ്റെ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഇലാസ്റ്റിക് കൊളിഷൻ മൊമെൻറ്റം കൺസേർവ്ഡ്, മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്, ദെൻ E is equal to 1. Particles do not stick together after collision. Particles have different velocities. In perfectly inelastic collision, linear momentum is conserved. Mechanical energy is not conserved. Then perfectly inelastic ആണ്, so E equal to 0. Particles stick together. Perfectly inelastic മാത്രമാണ് particles stick together ആവുന്നത്. The particle after sticking move with the same velocity after collision. ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.